السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة. صدق الله مولانا العلي العظيم. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിൻ്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. മൈനറിയത്തിയുമായി കണ്ടടം മൊലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തള്ളലില്ലാതെ, ചായലില്ലാതെ, ചരിയലില്ലാതെ, തട്ടലില്ലാതെ, മുട്ടലില്ലാതെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ജയനിയന്ത്രാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം അന്ത്യദൂതരായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അന്ത്യദൂതരായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ പിൻപറ്റിയ തൻ്റെ പ്രിയപ്പെട്ട സന്തത സഹചാരികളായ സഹാബത്തുൽ കിറാമിലും നാം ഓരോരുത്തരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം അല്ലാഹു സദാ വർഷിക്കുമാറാകട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സഹായിച്ച നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മെ ഇൽമിൻ്റെ തീരങ്ങളിലേക്ക് ആനയിച്ച, നമ്മുടെ നന്മകൾ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിന്റെ കാരുണ്യത്തിന്റെ 10 അവൻ കരുണ ചൊരിഞ്ഞവരിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അടുത്ത 10 മഗ്ഫിറത്തിന്റെ 10 സഞ്ചരിക്കുമ്പോൾ ഈ മഗ്ഫിറത്തിന്റെ 10 പാപം പൊറുക്കപ്പെട്ടവരിൽ അല്ലാഹു സിദ്റത്തുൽ മുൻതഹ എന്ന ഈ കുടുംബാംഗങ്ങളിലുള്ള എല്ലാ സഹോദരങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ രണ്ടാമത്തെ 10 പാപത്തിൽ നിന്ന് എഴുന്നേറ്റ് നന്മയിലേക്ക് നടന്നു നീങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമ്മെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. കരുനാഗപ്പള്ളിയിൽ നിന്ന് സീനത്ത് എന്ന പ്രിയപ്പെട്ട സഹോദരി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ കാലിൻ്റെ വേദന അല്ലാഹു മാറ്റി ശരീരത്തിന് അല്ലാഹു ആഫിയത്ത് ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങളൊക്കെ നീക്കി ദുരിതങ്ങളൊക്കെ മാറ്റി എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണോ ജീവിതം മുന്നോട്ട് പോകുന്നത്, അല്ലാഹു അവിടെയെല്ലാം അവൻ്റെ സഹായം അല്ലാഹു നൽകി സന്തോഷത്തോടുകൂടി ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്കും അവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നസീം എന്ന സഹോദരി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഷമീർ എന്ന പ്രിയപ്പെട്ട ആത്മസുഹൃത്ത് അല്ലാഹു അദ്ദേഹത്തെ കബൂലാക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അല്ലാഹു വിശാലത നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മക്കളെ, ഭാര്യയെ അല്ലാഹു എല്ലാവരെയും പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിലോട്ട് കടന്നു വരുന്നവർ നമ്മുടെ ലിങ്കുകൾ മാക്സിമം ഇസ്ലാമിക് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ അഡ്മിൻ പാനലുകളായി പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങളുമായി ഇതേവരെ ദുആ വസിയത്തുകളൊക്കെ ചെയ്തിട്ടുണ്ടോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസുഹാബിഹി വസല്ലം ആമിനയുടെ മുത്തുമോന്റെ പോരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു പരിപൂർണമായി സ്വീകരിച്ച് നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മനസ്സിന്റെ ഉള്ളറകൾ അവരാരോടും പറയാതെ റബ്ബിലേക്ക് ചേർത്ത് വെക്കുന്ന അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് സമാധാനവും സന്തോഷവും അല്ലാഹു ജീവിതത്തിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട റൈഹാന റിയാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസിക പ്രയാസങ്ങൾ നീക്കി സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് ജീവിതത്തിന്റെ മഈശത്തിന്റെ വഴികളിൽ അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം നമ്മുടെ മജ്ലിസുമായി കമന്റുകളിലൂടെ നേരിട്ട് ആരെല്ലാം വസിയത്തുകൾ അറിയിച്ചു അല്ലാഹു എല്ലാവരെയും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ചൊരിഞ്ഞ ഈ പരിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ 10 നാം യാത്ര തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന, അവൻ്റെ കരുണ ചൊരിയുന്ന ആദ്യത്തെ 10 നമ്മിൽ നിന്നും തിരിച്ചെടുത്തു. ഇനി അടുത്ത വർഷം ആ കാരുണ്യത്തിൻ്റെ, ആ റഹ്മത്തിൻ്റെ 10 ചെന്നെത്താൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ എന്നത് നമുക്ക് ആർക്കും പറയാൻ കഴിയും. കാരണം അസ്രായീലിന്റെ വരവ് ക്ഷണിക്കാത്ത അതിഥിയാണ്. ക്ഷണിക്കാത്ത ഏത് വീട്ടിൻ്റെയും അകത്തളങ്ങളിൽ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരാം. അസ്രായീൽ ഒരു കോമാളിയെ പോലെ കടന്നു വരും. രംഗബോധമില്ലാത്ത കോമാളിയാണ് അസ്രായീൽ. കാരണം ഏത് സാഹചര്യവും മനസ്സിലാക്കാതെ, സാഹചര്യങ്ങൾ വിഷമത്തിലാണോ ആ വിഷമത്തെ തിരിച്ചറിയാതെ, സന്തോഷമുള്ള സമയമാണോ സന്തോഷത്തിന്റെ സമയത്തെ മനസ്സിലാക്കാതെ അസ്രായീൽ കടന്നു വരും. രംഗ കോമാളിയാണ്, അതായത് രംഗബോധമില്ലാത്ത കോമാളി. ഒരു മരണപ്പെട്ട വീട്ടിൽ വാപ്പ മരിച്ചു കിടക്കുന്ന സമയത്തായിരിക്കാം, ആ വാപ്പ മരിച്ചു കിടക്കുന്ന വേദനയിൽ മക്കൾ കടന്ന് മനസ്സ് നീറുമ്പോൾ, ആ നീറുന്ന മനസ്സുമായി മക്കൾ കഴിയുമ്പോൾ ആ സമയത്തായിരിക്കാം അസ്രായീൽ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ആ മക്കളുടെ റൂഹ് എടുക്കാനും കടന്നു വരിക. അതാണ് അസ്രായീൽ. എന്ത് സാഹചര്യം, ഏത് സമയം, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊന്നും അസ്രായീലിന് ഒരു വിഷയമല്ല. അതാണ് രംഗബോധമില്ലാത്ത കോമാളിയാണ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. കടന്നു വരും ചോദിക്കാതെ, ഒരു കോളിംഗ് ബെല്ലടിക്കാതെ നമ്മുടെ വീടിന്റെ മുമ്പിൽ. 7 ആകാശങ്ങൾക്ക് മുട്ടേ പോയാലും 7 സമുദ്രങ്ങളുടെ അടിയിലേക്ക് പോയാലും ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മാനവ നിന്നെ തേടി ഞാൻ എത്തുമെന്ന് അസ്രായീലിന്റെ മരണത്തിന്റെ വിളിയാളത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു.
അതുകൊണ്ട് അസ്രായീലിന് ഒരു രംഗബോധമില്ല. ഏത് സമയത്ത് എപ്പോഴും കടന്നു വരാം. മടിത്തട്ടിലെ തലവെച്ച് കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ റൂഹ് എടുക്കാനും അസ്രായീൽ വരും. ആകാംക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയുടെ ഭർത്താവിന്റെ റൂഹ് എടുക്കാനും അസ്രായീൽ കടന്നു വരും. അവരുടെ ജീവിതം സന്തോഷമാണോ ദുഃഖമാണോ എന്നൊന്നും അസ്രായീലിന് പ്രശ്നമല്ല. അതുകൊണ്ട് സാഹചര്യങ്ങളെ മുൻനിർത്തി ഒന്ന് തീരുമാനം മാറ്റിവെക്കാൻ അസ്രായീൽ ഒരിക്കലും തയ്യാറാകില്ല. അതാണ് അസ്രായീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആഫിയത്തും ആരോഗ്യവും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ പത്തിലൂടെ നാം യാത്ര തുടങ്ങുന്നു. ഈ മഗ്ഫിറത്തിന്റെ 10 അത് നമ്മോട് വിട പറയുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവസരം അല്ലാഹു നൽകുമ്പോൾ, ഒരു പിഞ്ചു കുഞ്ഞ് ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ പിഞ്ചു കുഞ്ഞിന് ഒരുപാട് മോഹങ്ങളുമായിട്ട് കടന്നു വരാറുണ്ട്. ഒരു കുഞ്ഞ് ഉമ്മയുടെ ഗർഭാശയ ലോകത്ത് നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആ കുഞ്ഞൊരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ഈ സൂര്യപ്രകാശം കണ്ടു കടന്നു വരുന്നത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടുന്ന മർമ്മപ്രധാനമായ ഒരു ഭാഗമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസുഹാബിഹി വസല്ലം ലോകത്തിന്റെ നേതാവ് ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത പാഠങ്ങളിലൂടെ നാം ഒന്ന് കടന്നു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആദരവായ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ അനുഗ്രഹങ്ങളുടെ വിലയെ നാം തിരിച്ചറിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹമാണ് അതിന്റെ ജീവിതത്തിന്റെ ഒരു മേഖലയെ ഒന്ന് മാറ്റി നന്മയിലേക്ക് കൊണ്ടുപോകാൻ, തിന്മയിൽ നിന്നൊന്ന് മാറി നിന്നിട്ട് നന്മയുടെ പാന്താവിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഒരുക്കി നൽകുന്ന ഈ അനുഗ്രഹത്തിന്റെ ദിനരാത്രങ്ങളാണ് റമദാൻ. ആ റമദാനിൽ അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്, ആ റമദാനിൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്. ആ റമദാനിലൂടെ എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പാറിപ്പറക്കാനുള്ള അവസരം അല്ലാഹു നൽകുമ്പോൾ ആ അവസരത്തെ വിനിയോഗിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും സ്വമനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക. സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ നമുക്കതിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വമനസ്സിനെ വിചാരണ ചെയ്യാൻ കഴിയണം. ആരുപോലെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വശരീരത്തെ വിചാരണ ചെയ്തതുപോലെ, ഉമറേ നീ ആരാണ് ഉമറേ എന്ന് സ്വന്തം ശരീരത്തോട് വിചാരണ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർക്കുമായിരുന്നു ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ ജീവിതം വളരെയേറെ തുച്ഛമായ ഈ പരിമിതമായ ജീവിതത്തിൽ നാം സ്വയം നമ്മെ ഒന്ന് വിചാരണ ചെയ്യണം. എന്താണ് എൻ്റെ ജീവിതം? എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഗ്ഫിറത്തിന്റെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു കൊടുക്കുന്നവരുടെ കഥ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ടത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ ആയത്ത് മാത്രമാണ്. ആ ആയത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾക്ക് സഹോദരിമാർക്കൊക്കെ അറിയാവുന്ന, എല്ലാവർക്കും സുപരിചിതമായ, ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാൻ കഴിയുന്ന ഒരു വിശുദ്ധ ഖുർആനിന്റെ ഒരു ചെറിയ ആയത്താണ്. ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാവങ്ങൾ പൊറുക്കും, അവൻ്റെതായ നന്മകൾ അല്ലാഹു അധികരിപ്പിക്കും, അവന്റെ പാരത്രിക ലോകത്ത് അവന് സൗഭാഗ്യങ്ങൾ അല്ലാഹു ഒരുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ ദുനിയാവിലെ നന്മകൾ അല്ലാഹു വാരിക്കോരി നൽകും. മാത്രമല്ല പാരത്രിക ലോകത്ത് അവൻ അല്ലാഹു നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. തീർന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ കവാടങ്ങളിൽ നിന്ന് അവനെ കരകയറ്റും. ഈ 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, അത് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ആ സൂറത്തിലെ ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ആ ആയത്ത് നിത്യമാക്കിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുമ്പിൽ വന്ന തന്റെ പ്രിയപ്പെട്ട സഹചാരിയായ ഒരു കൂട്ടുകാരൻ, നബിയെ തെറ്റാണ് നബിയെ, ജീവിതം മുഴുവനും തെറ്റിന്റെ കൂമ്പാരത്തിലൂടെയാണ് നബിയെ ഞാൻ നടന്നു നീങ്ങുന്നത് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്റെ ജീവിതം മുഴുവനും തെറ്റാണ്, തെറ്റിലേക്കുള്ള ജീവിതയാത്രയാണ് നബിയെ, എനിക്ക് നന്നാവാൻ ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. എല്ലാവരും പറയുന്നത് നന്നാവാൻ ആഗ്രഹമുണ്ട്, നന്നാവാൻ ആഗ്രഹമുണ്ട്, നന്നാവാൻ ആഗ്രഹമുണ്ട്. ഈ ഭൂമിയുടെ മുകളിലൂടെ ഒരു നല്ല മനുഷ്യനായി നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയുടെ രാവിലേക്ക് നാം പോകുന്ന, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട റമളാനിലെ മറ്റൊരു അനുഗ്രഹമായ ദിവസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഹാബിയോട് പറഞ്ഞു കൊടുത്ത കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇന്ന് നമുക്ക് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ വാപ്പമാര്, നമ്മെ സ്നേഹിച്ചവര്, നമ്മുടെ നന്മ ആഗ്രഹിച്ചവര്, നമ്മെ സഹായിച്ച് നമ്മോടൊപ്പം സഹകരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മോടൊപ്പം തോളിൽ ചേർന്ന് നിന്നവരെ ഇന്നവര് 6 അടി മണ്ണിലാണ്. 6 അടി മണ്ണിൽ അവർ കിടന്ന് അവരുടെ ജീവിതത്തിന്റെ ആ ഖബറിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ കിടന്നവരൊന്ന് ഞെരുങ്ങുമ്പോ ആ ഞെരുക്കത്തിൽ നിന്ന് അവരെ ഒന്ന് കരകയറ്റാൻ ഈ ദുനിയാവിന്റെ മണ്ണിലൂടെ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്കുമേ കഴിയൂ സഹോദര സഹോദരി. അതുകൊണ്ട് യാസീനോദണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം. അതിലൂടെ നമ്മുടെ പാപവും അല്ലാഹു പുറത്തു തരണം. ഈ മഗ്ഫിറത്തിന്റെ 2ാമത്തെ പത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കപ്പെടണോ, അതിനൊരു ആയത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കി കൊള്ളുക. ഒരു ചെറിയ ആയത്താണത്. ആ ആയത്ത് ഇതാണ്. ഹബീബായ മുത്ത് റസൂൽ ആദരമായ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, നന്നാവാൻ ആഗ്രഹമുണ്ട് നബിയെ, നല്ല മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. എന്റെ ഹൃദയത്തിലെ പാപത്തിന്റെ കറകൾ മുഴുവനും കഴുകിക്കളയണം റസൂലേ, അതിനൊരു മന്ത്രം പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതരോട് വന്ന് മന്ത്രം ചോദിക്കുന്നു പ്രിയപ്പെട്ട സഹാബിയെ. ആകാശസീമയിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്ര തുല്യനാണ് എന്റെ സഹാബത്തുൽ കിറാമെന്ന് ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ അസ്ഹാബീ കന്നുജൂം, അസ്ഹാബീ കന്നുജൂം. ആകാശസീമയിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്ര തുല്യരാണ്, ആ നക്ഷത്ര തുല്യരാണ് എന്റെ സഹാബത്തുൽ കിറാം എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തന്റെ പ്രിയപ്പെട്ട സഹചാരിയായ ഒരു സഹാബി കടന്നു വരികയാണ്. നബിയെ നന്നാവണം, നബിയെ നന്നാവണം റസൂലേ, നല്ല മനുഷ്യനായി മരിക്കാൻ ആഗ്രഹമുണ്ട് നബിയെ. ഒരു മന്ത്രം പറഞ്ഞുതാ നബിയെ. അള്ളാന്റെ തിരുദൂതരൻ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വിനീതനെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പല കോണിലും ഇരുന്നു കൊണ്ട്, സ്വദേശത്തും വിദേശത്തും ഇരുന്നു കൊണ്ട് വിനീതന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊള്ളുക. സഹോദരങ്ങളെ, നിങ്ങളുടെ മനസ്സിൽ അടിവരയിട്ട് കൊള്ളുക. ആ ആയത്ത് ഏത് കുട്ടിക്കും അറിയാവുന്ന ഒരു ആയത്താണ്, ഏതൊരു കുട്ടിക്കും അറിയാവുന്ന ആയത്താണത്. ആ ആയത്ത് പഠിക്കാൻ പ്രയാസമില്ല. പലപ്പോഴും നാം ദുആ ചെയ്യാറുണ്ട്, ആ ആയത്തിന്റെ മഹത്വം നാം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആ ആയത്തിനെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിസ്മരിക്കുന്നത്, ജീവിതത്തിൽ നിന്നും മറന്നു പോകുന്നത്, ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത്. ആ ദുആ ആദരവായ പ്രവാചകന്റെ ദുആയായിരുന്നു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദുആയായിരുന്നു ആ ദുആ. അതുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു, നബിയെ നന്നാവണം, നബിയെ നല്ല മനുഷ്യനായി മരിക്കണം റസൂലേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാൻ എന്തു ചെയ്യണം യാ റസൂലല്ലാഹ്. എന്റെ പ്രിയമുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന, പാപത്തിന്റെ കറകളുമായി കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുമ്പോ, ആ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോ, ഈ 14 മണിക്കൂറിന്റെ ഉള്ളില് രാത്രിയും കൂടെ ചേർത്ത് വായിച്ചാൽ 24 മണിക്കൂറിന്റെ ഉള്ളില് പാപമാണ്, പാപമാണ്, പാപമാണ്. ജീവിതം മുഴുവനും പാപത്തിന്റെ മുകളിലൂടെ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ആ പാപത്തിൽ നിന്ന് കരകയറാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്നൊരു മന്ത്രമാണ്. ആ സഹാബി ചോദിച്ചു, നബിയെ പറഞ്ഞതാ റസൂലേ, പറഞ്ഞതാ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ പ്രവാചകൻ പറയുന്നു, സഹാബ നീ ദുആ ചെയ്യണേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുആ ചെയ്യ സഹാബി, ദുആ ചെയ്യ സഹാബി. റബ്ബനാ, എൻ്റെ രക്ഷിതാവേ,
ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ അടുത്തു വന്ന് നിൽക്കുന്ന സഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ആയത്തിന്റെ മഹത്വം. 3 കാര്യങ്ങളാണ് അതിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. മുത്ത് റസൂലിന്റെ ദുആയായിരുന്നു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എൻ്റെ രക്ഷിതാവേ, എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബേ, എനിക്ക് ആഹാരം നൽകുന്ന അല്ലാ, എനിക്ക് വെള്ളം നൽകുന്ന അല്ലാ, എനിക്ക് മക്കളെ തന്ന അല്ലാ, എനിക്ക് ഭവനം നൽകിയ അല്ലാ, എനിക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കിയ റബ്ബേ, അല്ലാഹുവേ റബ്ബനാ, നീയാണ് എൻ്റെ രക്ഷിതാവല്ലാ. സപ്തവാരങ്ങളുടെ, സപ്തഭൂമിയുടെ, സപ്ത ആകാശങ്ങളുടെ തമ്പുരാന് അല്ലാഹുവേ നീയാണ് റബ്ബേ. റാസിഖ്, സത്താറായ അല്ലാ, ഖഹാറായ അല്ലാ, അല്ലാഹുവേ അലിമുൽ ഗുയൂബായ റബ്ബേ, രഹസ്യങ്ങളുടെ കലവറകൾ അറിയാൻ കഴിയുന്ന അല്ലാ, കണ്ണില്ലാതെ കാണുന്ന റബ്ബേ, നാവില്ലാതെ സംസാരിക്കുന്ന അല്ലാ, ശ്രവണേന്ദ്രിയങ്ങളില്ലാതെ കേൾക്കുന്ന റബ്ബേ, നീയാണ് എൻ്റെ രക്ഷിതാവ് റബ്ബേ. റബ്ബനാ, എൻ്റെ രക്ഷിതാവ് നീയാണല്ലാ. അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് ദുആ തുടങ്ങുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവേ, ഈ ദുനിയാവിൽ എനിക്ക് നീ നന്മകൾ നൽകണേ. ഈ ദുനിയാവ് നശ്വരമാണ്, ഏത് സമയത്തും വിട പറഞ്ഞു പോകും, ഏത് സമയത്തും തകർന്ന് തരിപ്പണമാകാം. ഒരു മഹാവിസ്ഫോടനത്തോടുകൂടി, സയൻസിന്റെ വാക്കിൽ പറഞ്ഞാൽ ഒരു മഹാവിസ്ഫോടനത്തോടുകൂടി പൊട്ടിപ്പുറപ്പെട്ട ഈ ലോകം ഒരു മഹാവിസ്ഫോടനത്തോടുകൂടി തകർന്ന് തരിപ്പണമാകുമെന്ന് ശാസ്ത്രീയ കണക്കുകൂട്ടലുകൾ പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് 6-7 ദിവസത്തിന്റെ ഉള്ളിലാണ് ഈ ലോകത്തെ അള്ളാഹു ക്രമീകരിച്ചത്. ഇത് ഖുർആനിന്റെ വാക്കാണ്. 6-7 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തെയും ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചതിന്റെ കഥ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. 6-7 ദിവസത്തിന്റെ ഉള്ളിലാണ് അല്ലാഹു ഇതിനെ ക്രോഡീകരിച്ചത്. പക്ഷേ ഈ ലോകം തകർന്ന് തരിപ്പണമാകും, ഈ ലോകം തകർന്ന് തരിപ്പണമാകും, സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തിന്റെ മുറ്റത്താണ് എനിക്ക് നിങ്ങൾക്ക് നിൽക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കിയിരിക്കുന്നത്. ലോകം മുഴുവനും തിന്മയിലൂടെ സഞ്ചരിക്കുകയാണ് സഹോദരാ. അതുകൊണ്ട് പാപകറകളുമായി ജീവിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 സൽവത്സരങ്ങൾക്ക് മുമ്പ് മുത്തു മുസ്തഫാനോട് ആ മനുഷ്യൻ ചോദിച്ചു, നബിയേ പറഞ്ഞതാ റസൂലേ, മുത്തു റസൂല് പറഞ്ഞു കൊടുത്ത ദുആയാണത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. റബ്ബേ, ദുനിയാവിൽ നീ നന്മകൾ നീ നൽകണേ അല്ലാ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ട ദുആയാണത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നാം നിത്യമാക്കേണ്ട ദുആയാണത്. കാലം തിന്മയിലാണ്, മക്കൾ തിന്മയിലാണ്, ഭാര്യമാര് തിന്മയിലൂടെ, ഭർത്താക്കന്മാര് തിന്മയിലൂടെ, കുടുംബക്കാര് തിന്മയിലൂടെ, അയൽവാസികൾ തിന്മയിലൂടെ, സ്നേഹിക്കുന്നവർ, സഹായിച്ചവർ, നമ്മുടെ കൂട്ടുകാരെല്ലാം തിന്മയിലൂടെ സഞ്ചരിക്കുമ്പോ ഈ ദുആ ജീവിതത്തിൽ നിത്യമാക്കണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ നീ നന്മകൾ നൽകണേ അല്ലാ, നീ നന്മകൾ നൽകണേ തമ്പുരാനേ. വഫിൽ ആഖിറതി ഹസന. തീർന്നില്ല റബ്ബേ, പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന പരസ്പരം പാപികളുടെ നടുവിൽ പാതയിൽ നഷ്ടപ്പെട്ട പതികനെ പോലെ പരിഭ്രാന്തിയിൽ ഞാൻ പതർ നിൽക്കുന്ന പരലോകത്ത് വരുമ്പോ ഞാൻ പരിഭ്രാന്തിയിലാകും റബ്ബേ. ആ സമയത്ത് അല്ലാഹുവേ, വഫിൽ ആഖിറതി ഹസനതൻ വഫിൽ ആഖിറതി ഹസന. ആ സമയത്തും എനിക്ക് നീ നന്മകൾ നൽകണേ റബ്ബേ. ദുനിയാവിൽ നന്മ നൽകണം പോരെ റബ്ബേ. വഫിൽ ആഖിറതി ഹസന. പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന പരസ്പരത്തും എനിക്ക് അല്ലാഹുവേ, സബഅത്തുൻ യുളില്ലുഹും അല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത മഹ്ശറ. ആ മഹ്ശറയിൽ എനിക്ക് രക്ഷ വേണമല്ലാ. ആ മഹ്ശറയിൽ എനിക്ക് രക്ഷ വേണമല്ലാ, രക്ഷ വേണം റബ്ബേ. അതുകൊണ്ട് വഫിൽ ആഖിറതി ഹസന. പരലോകത്തും എനിക്ക് നീ നന്മ നൽകണേ. ദുനിയാവിൽ നന്മ, പരലോകത്ത് നന്മ. തീർന്നോ? ഇല്ല, ഇല്ല. അല്ലാഹുവിനോട് ചോദിക്കണം. വീണ്ടും ആ ദുആ തീരുകയാണ്. വഖിനാ,
എന്നെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ അദാബന്നാർ കത്തിക്കാളുന്ന നരകത്തിന്റെ അദാബിൽ നിന്ന് റബ്ബേ നാളെ കല്ലുകളെയും മനുഷ്യരെയും കൊണ്ട് അല്ലാഹുവേ നീ നിറയ്ക്കുന്ന വഖൂദുഹന്നാസു വൽ ഹിജാറ ഖുർആൻ പറഞ്ഞതുപോലെ ഖു അൻഫുസകും വാഹിലീകും നാറാ ഖു അൻഫുസകും നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങളുടെ ഈ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ ഖു അൻഫുസകും വാഹിലീകും നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളൊന്ന് സൂക്ഷിക്കണേ നിങ്ങളുടെ ശരീരം മാത്രം നിങ്ങൾ രക്ഷപ്പെടുത്തിയാൽ പോരാ ഖുർആനിന്റെ പ്രയോഗം ഇങ്ങനെയാണ് അല്ലാഹ് പറയുന്ന ആയത്തിന്റെ അതേ അർത്ഥമാണ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി തരുന്നത് അല്ലാഹു പറയുന്നു ഖു അൻഫുസകും നിങ്ങൾ സൂക്ഷിക്ക് നീ മിനുക്കിക്കൊണ്ട് നടക്കുന്ന നിന്റെ ശരീരമുണ്ടല്ലോ വർണ്ണമനോഹരമായി നീ തേച്ച് മിനുക്കി വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ ശരീരമുണ്ടല്ലോ ഈ ശരീരം നാളെ നരകത്തിൽ കത്താനുള്ള ശരീരമാണ് അതുകൊണ്ട് ഖു അൻഫുസകും നിന്റെ ശരീരങ്ങൾ തെറ്റിലേക്ക് പോകുമ്പോ നിന്റെ ശരീരത്തെ നീ സൂക്ഷിക്കും മനുഷ്യ തീർന്നില്ല വാഹിലീക്കും നിന്റെ കുടുംബത്തെയും നീ സൂക്ഷിക്കും മനുഷ്യ നിന്റെ കുടുംബക്കാരെയും നീ സൂക്ഷിക്കണേ ഒരു വീടിന്റെ ഗൃഹനാഥനാണെങ്കിൽ ഒരു വീടിന്റെ ഭർത്താവ് അവനെ നാളെ ചോദ്യം ചെയ്യപ്പെടും നിന്റെ ശരീരത്തെ അല്ലാഹു ചോദ്യം ചെയ്യും രണ്ടാമത് നിന്റെ മക്കളുടെ വിഷയത്തിൽ നിന്റെ ഭാര്യയുടെ വിഷയത്തിൽ നിന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നിന്നെ അല്ലാഹു ചോദ്യം ചെയ്യും അതാണ് ഖുർആൻ പറഞ്ഞത് ഖു അൻഫുസകും നിന്റെ ശരീരത്തെ സൂക്ഷിക്കും മനുഷ്യ വാഹിലീക്കും നിന്റെ കുടുംബത്തെ നീ സൂക്ഷിക്കും മനുഷ്യ ഖു അൻഫുസകും വാഹിലീക്കും നാറാ കത്തിക്കാളുന്ന നരകത്തിന്റെ അദാബിൽ നിന്ന് നീ സൂക്ഷിക്കും മനുഷ്യ എന്തുകൊണ്ടാണ് നിന്നെ സൂക്ഷിക്കാൻ പറഞ്ഞതെന്നറിയുമോ ആയത്തിന്റെ മർമ്മപ്രധാന ഭാഗം അതിനും പറയുകയാണ് വഖൂദുഹന്നാസു വൽ ഹിജാറ ആ നരകത്തിൽ അല്ലാഹു കത്തിക്കുന്നത് ആരെയെന്നറിയുമോ അന്നാസു ജനങ്ങളാകുന്ന മനുഷ്യനാകുന്ന ഇരുകാലുള്ള ഇരുകൈകളുള്ള ചിരിക്കുന്ന സംസാരിക്കുന്ന കരയുന്ന ഞാനും നിങ്ങളുമാകുന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നമ്മളെ നാം ഓരോരുത്തരെയുമാണ് നാളെ നരകത്തിൽ കത്താൻ വേണ്ടി അല്ലാഹു ഉപയോഗിക്കുക വാഹനമോടിക്കാൻ ഞാനും നിങ്ങളും പെട്രോളാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലാഹു നാളെ നരകത്തിൽ കത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഖു അൻഫുസകും വാഹിലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ മനുഷ്യാദിന്റെ ശരീരത്തെ മാത്രമല്ല വൽ ഹിജാറ കല്ലുകൾ കാണുമ്പോഴും ചിന്തിക്ക് ആ കല്ലുകളെ നാളെ നരകത്തിൽ കത്താൻ അല്ലാഹു വിനിയോഗിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ചിന്തിച്ചു നോക്ക് ഒരു തുള്ളി തീ നമ്മുടെ കയ്യിൽ സ്പർശിച്ചാൽ ആ സ്പർശനം കൊണ്ട് നാം പിടയാറുണ്ട് പക്ഷേ നാളെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് നരകമെങ്ങാനും ആളിക്കത്താതിരുന്നാൽ അല്ലാഹു എന്തു ചെയ്യുമെന്നറിയുമോ നരകത്തെ ആളിക്കത്താൻ വേണ്ടി ആ നരകത്തെ കത്തിക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്നത് മനുഷ്യനെയും കല്ലുകളെയുമാണെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുആ അല്ലാഹു പരിപൂർണമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ നോമ്പിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ എന്ന് പേടിക്കണ്ട നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ നോമ്പ് മുറിയില്ല നാം ബ്ലഡ് ചെക്ക് ചെയ്താലൊന്നും നോമ്പ് മുറിയില്ല കാരണം തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ നമ്മുടെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും കിടക്കണം അതായത് മൂക്കിലൂടെ അല്ലെങ്കിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് വല്ലതും പോയാൽ മാത്രമേ നമ്മുടെ നോമ്പ് മുറിയുകയുള്ളൂ അതുകൊണ്ട് നാം ബ്ലഡ് എടുക്കുന്നത് കൊണ്ടോ ഇഞ്ചക്ഷൻ വെക്കുന്നത് കൊണ്ടോ ഒന്നും നോമ്പ് മുറിയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ കമന്റിലൂടെ ചോദിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംശയങ്ങൾ മാത്രം ചോദിച്ചാൽ പിന്നെ നല്ലതാണ് സംശയങ്ങൾ നല്ലതാണ് ഈ സാഹചര്യത്തിൽ പഠിക്കുക അഫ്ളലുൽ ഇൽമു ഇൽമുൽ ഹാലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും നല്ല അറിവെന്ന് പറയുമ്പോൾ സാഹചര്യങ്ങളിൽ ചോദിക്കുക ഓരോ സാഹചര്യങ്ങളിൽ അനുയോജ്യമായ അറിവ് ആ സമയത്ത് പഠിക്കുക അതാണ് അഫ്ളലുൽ ഇൽമു ഇൽമുൽ ഹാലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട അർഷാദ് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വിദേശ രാജ്യത്താണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അള്ളാഹു അവൻ്റെ ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കട്ടെ. അൻസാരി അള്ളാഹു സുബ്ഹാനഹു വ തആല വിദേശത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം പ്രയാസങ്ങളുമായിട്ടാണോ ജീവിതത്തിൽ നിന്നും കരകയറി, ജീവിതത്തിൽ നിന്ന് യാത്ര കയറി വിദേശ രാജ്യത്തേക്ക് പോയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മുദിയ അള്ളാഹു അവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫേസ്ബുക്കിലൂടെ നമ്മുടെ ലൈവ് കാണുന്ന സഹോദരങ്ങൾ, യൂട്യൂബിലൂടെ, ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ കാണുന്നതെന്ന് എടുത്തു പറയാൻ കാരണം, ഞാൻ ചില ദുആകൾ പറയുമ്പോൾ അത് ഫേസ്ബുക്കിലൂടെ വരുന്നതാണ്. ആ ഫേസ്ബുക്കിലൂടെ വരുന്ന ദുആ വസിയത്തുകളൊക്കെ ഞാൻ വായിക്കുമ്പോൾ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നോക്കും, ഇതെങ്ങനെ, കാരണം ഞങ്ങൾ നോക്കുമ്പോൾ ഇതിൽ കമൻറ്റിൽ ദുആ വസിയത്ത് കാണുന്നില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ യൂട്യൂബിലൂടെ കാണുന്ന സഹോദരങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ വരുന്ന സഹോദരങ്ങളെ കാണാൻ കഴിയില്ല. ഫേസ്ബുക്കിലൂടെ കാണുന്ന സഹോദരങ്ങൾക്ക് യൂട്യൂബിലൂടെ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെയും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ ദുആ വസിയത്തുകളും എടുത്തു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മുദിയ നമ്മൾ ഫേസ്ബുക്കിലൂടെയാണ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ വസിയത്തുകളൊക്കെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഫേസ്ബുക്കിലൂടെ കാണുന്ന സഹോദരങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ ഇസ്ലാമിക ഗ്രൂപ്പുകളിലേക്ക് ടാഗ് ചെയ്ത് നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ, സൗഹൃദങ്ങളെ, കുടുംബങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഒരു കാരണമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷമീർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മയുടെ ക്യാൻസറിന് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. പാപ്പയ്ക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അള്ളാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് ദുആ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, ഈ ദുആ ജീവിതത്തിൽ നിത്യമാക്കിയാൽ നാളെ പരലോകത്തും രക്ഷ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ നിത്യമാക്കി കൊള്ളുക. അള്ളാഹു പാപങ്ങൾ പൊറുക്കപ്പെടും, പാപങ്ങൾ പൊറുക്കപ്പെടും, പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നതിൽ സംശയമില്ല. ഞാൻ നിർത്തുകയാണ്, ഞാൻ ആ സംഭവം ചുരുക്കുകയാണ്. യാസീനോദനം, ദുആ ചെയ്യണം. പാപങ്ങൾ പൊറുക്കപ്പെടും സഹോദരാ, സഹോദരി, പാപങ്ങൾ പൊറുക്കപ്പെടും. പക്ഷേ അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന ആ മനുഷ്യൻ ചോദിച്ച കഥയാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. സഹാബ പറയൂ, സഹാബ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ സഹാബി പറയുന്നു, റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. ആ സഹാബി പറയുന്നു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒന്നാമതും പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യവും ആ മനുഷ്യൻ പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യവും ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന ദുആ പറഞ്ഞു. നാലാമത് പറയാൻ ആ മനുഷ്യൻ അവസരം കിട്ടിയില്ല. കാരണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മനുഷ്യൻ 3 പ്രാവശ്യം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന ദുആ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തപ്പോ ആ മനുഷ്യൻ ഏറ്റു പറഞ്ഞു, നബിയേ, പറഞ്ഞു നബിയേ, പറഞ്ഞു നബിയേ, പറഞ്ഞു നബിയേ. പാപങ്ങൾ പൊറുക്കപ്പെട്ട് മരിക്കുന്നു ആ മനുഷ്യൻ. 3 പ്രാവശ്യം പറഞ്ഞു. നാലാമത് പറയാൻ അവസരം അസ്റായീൽ കൊടുത്തില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ നമ്മുടെ പാപവും പൊറുക്കപ്പെടണം. നമ്മുടെ പാപവും അല്ലാഹു പൊറുത്തു നൽകണമെങ്കിൽ അധികരിപ്പിക്ക് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഏറ്റു പറയണം റബ്ബേ, ഏറ്റു പറയണം അല്ലാഹുവേ. പാപക്കറകളുമായി ജീവിക്കുന്നു റബ്ബേ,
പാപം ജീവിതത്തിൽ നിന്നൊന്ന് തുടച്ചു മാറ്റി തരണേ അല്ലാ. ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്താകുന്ന സമയത്തും ദുആ ചെയ്തത് അല്ലാഹുവിനോട് നമ്മുടെ കുറ്റങ്ങൾ ഏറ്റു പറയണം. റബ്ബിനോട് കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് ദുആ ചെയ്യണം സഹോദരി. റബ്ബിനോട് പറയണം, റബ്ബേ രാവെന്നില്ലാതെ പകലെന്നില്ലാതെ വെളിച്ചത്തും ഇരുട്ടത്തും അല്ലാഹുവേ തെറ്റിന്റെ കൂമ്പാരങ്ങൾ ചെയ്ത മഹാപാപിയാണല്ലാ. അല്ലാഹുവേ പുറത്തു തരണേ അല്ലാ, പൊറുക്കണേ റബ്ബേ എന്ന് പാപത്തിന്റെ കറകൾ കഴുകിക്കളയാൻ പടച്ച റബ്ബിനോട് ഏറ്റു പറയണം. പടച്ച റബ്ബെങ്കിലേ സ്വീകരിക്കൂ. ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആ ചെയ്ത് അവസാനം മലക്കുകൾ പോലും പറയണം, അല്ലാഹുവേ ഇവന്റെ ദുആക്ക് നീ ഒന്ന് ഉത്തരം കൊടുക്കല്ലാ. ഇവൻ ആരാണ് ദുആ ചെയ്യുന്നതെന്ന് ഇവന്റെ ശബ്ദം കേൾക്കുമ്പോഴും ഞങ്ങൾക്കിപ്പോൾ അറിയാൻ കഴിയുന്നു റബ്ബേ. അല്ലാഹുവേ അവന്റെ ദുആക്ക് നീ ഇജാബത്ത് കൊടുക്കുന്ന അവസാനം മലക്കുകള് ഗത്യന്തരമില്ലാതെ പറയുന്ന അവസ്ഥ കൊടുക്കണം. അതുകൊണ്ട് നാം നിത്യമായി ദുആ ചെയ്യണം. ദുആയോടുകൂടി ആയാൽ 3 സൗഭാഗ്യങ്ങൾ അല്ലാഹു ജീവിതത്തിൽ നൽകും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ദുആ നിത്യമാക്കി കൊള്ളണം. ചെയ്ത പാപങ്ങൾ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ, അല്ലാഹുവേ റബ്ബനാ ളലംനാ അൻഫുസനാ, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി അല്ലാ. അല്ലാഹുവേ അതുകൊണ്ട് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ റബ്ബേ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ കരുണയും ചൊരിഞ്ഞില്ലെങ്കിൽ അല്ലാഹുവേ നീ കരുണ ചൊരിയാതെ നീ പുറത്തു തരാതെ ഞാൻ വിട പറഞ്ഞു പോയാൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞാൻ മരിച്ചാൽ ഞാൻ നഷ്ടവാളിയാണല്ലോ അല്ലാ, ഞാൻ നഷ്ടവാളിയാണല്ലോ റബ്ബേ എന്ന് വിശുദ്ധ ഖുർആൻ. യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉദരത്തിൽ കിടന്നു. മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നു ദുആ ചെയ്തതും അല്ലാഹുവേ പുറത്തു തരണേ അല്ലാ. ആ യൂനുസ് നബിയെയും അല്ലാഹു കരകയറ്റിയത് യൂനുസ് നബി തെറ്റുകൾ ഏറ്റുപറയുന്ന നിലയിൽ ദുആ ചെയ്തപ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങളെ നാമും അതേപോലെ ദുആ ചെയ്യണം. തെറ്റ് ചെയ്യാത്തവർ പോലും തെറ്റ് ചെയ്ത രീതിയിൽ ദുആ ചെയ്തെങ്കിൽ ആ നിലയിൽ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്നും അടർന്നു വീഴണം. അല്ലാഹുവിനോട് പറയണം, പൊറുക്കൻ്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. പൊറുക്കൻ്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. റബ്ബിനോട് ഇരുകരങ്ങളും ദർബാറിലേക്ക് ഉയർത്തിയിട്ട് പറയണം, അല്ലാഹുവേ അല്ലാഹുവേ പൊറുക്കൻ്റെ പാപം സയ്യിദി വെറുക്കാതെ, എന്നെ വെറുക്കാതെ റബ്ബേ, പാപങ്ങൾ ചെയ്ത കാരണം അല്ലാഹുവേ എന്നെ നീ വെറുക്കല്ലേ അല്ലാ. പൊറുക്കൻ്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. പൊറുക്കുന്നവൻ നീയാണല്ലാ, നീയല്ലാതെ ലോകത്ത് പൊറുക്കാൻ ആരുമില്ല റബ്ബേ. അതുകൊണ്ട് റബ്ബിലേക്ക് ചോദിക്ക്, അല്ലാഹു നൽകും. എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകും. കാരണം എന്താണ്? ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിൻ്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിൻ്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട. നിന്റെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അല്ലാഹു പറയുകയാണ്, എന്നോട് ചോദിക്ക്, എൻ്റെ അടിമയെ ചോദിക്ക്, ഉടമസ്ഥനായ ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ടടാ, എന്നോട് ചോദിക്കടാ, എൻ്റെ അടിമയാണ് നീ, എന്നോട് ചോദിക്ക്. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, എന്താവശ്യമുണ്ടെങ്കിലും നീ കുഴയണ്ട, റബ്ബിലേക്ക് ചോദിക്ക്. റബ്ബിൻ്റെ വാതിൽ
മുട്ടുവാൻ മടിക്കണ്ട. ആരെ വാതിൽ നീ പോയി മുട്ടിയിട്ട് ആര് തുറന്നില്ലെങ്കിലും നിന്റെ റബ്ബിന്റെ വാതിലിൽ നീ മുട്ടുക. അള്ളാഹു വാതിലുകൾ തുറന്നു തരുമെന്ന് അള്ളാഹു തന്നെ ചോദിക്കുകയാണ്. അള്ളാഹു തന്നെ നമ്മെ വിളിക്കുകയാണ്. എൻ്റെ മഗ്ഫിറത്തിലേക്ക്, എൻ്റെ കരുണയിലേക്ക് നീ ഓടി വരണേ മനുഷ്യ എന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും മാടി വിളിക്കുകയാണ്. പക്ഷേ ചെല്ലാൻ, കടന്നു പോകാൻ നാം തയ്യാറല്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടാമത്തെ 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ അള്ളാഹു ധന്യമാക്കുമാറാകട്ടെ. പാവങ്ങൾ പൊറുക്കപ്പെടണം. അങ്ങനെ പൊറുക്കപ്പെട്ടാൽ നാം രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ വിട പറഞ്ഞു പോയവർക്ക് യാസീൻ ഓതണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സിന് വേണ്ടി നമുക്ക് യാസീൻ ഓതണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നോടൊപ്പം ഓതാൻ കഴിയുന്ന സഹോദരങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹാഫിസ് നിഷാദ് മന്നാനി, അള്ളാഹു അദ്ദേഹത്തെ കബൂലാക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എൽമിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷെർണ എന്ന സഹോദരി തത്സമയം വീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കമന്റിലൂടെ അറിയിക്കുന്ന സഹോദരങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യാസീന്റെ പ്രതിഫലം അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഉമ്മുദിയ എന്ന സഹോദരി ഓതാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതുന്ന ഈ പരിശുദ്ധ റമദാനിൽ ഓതുന്ന യാസീനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള രോഗങ്ങൾ അള്ളാഹു മാറ്റാൻ, നമ്മുടെ പ്രയാസങ്ങൾ നീക്കാൻ, നമ്മുടെ ദുഃഖങ്ങൾ മാറാൻ അള്ളാഹു യാസീൻ ഒരു കാരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിവിൻ്റെ പരമാവധി ഒപ്പം നിൽക്കുന്ന, തത്സമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒരേ സമയം നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ യാസീനിൽ കഴിവിൻ്റെ പരമാവധി, ജോലിയിലാണെങ്കിൽ മൊബൈൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഓതാൻ ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീം കോടത്തൂരും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ വീഡിയോയിലേക്ക്, ഈ തത്സമയത്തെ വീഡിയോയിൽ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹു ഖൈറിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസാം ചേമത്തറയിൽ പ്രിയപ്പെട്ട സുഹൃത്ത്, പ്രിയപ്പെട്ടൊരു പിതാവ്, അള്ളാഹു നിസാമുക്കാട് മനസ്സിൻ്റെ മുറാദുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെല്ലാം കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും കൂടുതൽ. കാരണം എൻ്റെ പഠന മേഖലകൾ ഏറ്റവും കൂടുതൽ 2011 മുതൽ ഈ 2022 വരെയുള്ള കാലഘട്ടത്തിൻ്റെ നടുവിൽ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് കരുനാഗപ്പള്ളിയുടെ മേഖലയിൽ നിന്നാണ്. വിനീതൻ്റെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ചത്, ഞാൻ വിവാഹം കഴിച്ചത് എല്ലാം കരുനാഗപ്പള്ളിയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് മാത്രമല്ല, അത് പ്രത്യേകിച്ച് എൻ്റെ പഠന മേഖലകൾ ചുറ്റുമൂല മുസ്ലിം ജമാഅത്ത്, അള്ളാഹു പഠിക്കുന്ന കാലഘട്ടത്തിൽ ആരെല്ലാം സ്നേഹിച്ച് സഹകരിച്ചു, ഇല്ലായ്മയുടെ സാഹചര്യത്തിൽ സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. അള്ളാഹു ഇത് അവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പഠന മേഖലകളിൽ നമ്മോടൊപ്പം തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തിയവർ, ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിന്ന് സ്നേഹിച്ചവർ, അള്ളാഹു അവരിൽ പലരും ഇന്ന് മണ്ണറയിലേക്കും യാത്ര തിരിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് നാം ഓതുന്ന യാസീനിന്റെ പ്രതിഫലത്തെ എത്തിച്ച് അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് യാസീനോദാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم وإلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات من ماتوا منا وإلى حضرات جميع من نبيناهم وقصدناهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
എന്നോടൊപ്പം കഴിവിൻ്റെ പരമാവധി ഓതുക. ജോലിയിലുള്ള സഹോദരങ്ങൾ മൊബൈലിൽ ഇതിൻ്റെ ശബ്ദം കേട്ടിട്ടെങ്കിലും ഓതുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ 3-4 സഹോദരിമാരെ ഏറ്റിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആയിഷ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം നമ്മോടൊപ്പം ഈ നന്മയിൽ ചേരുന്നു, സീനത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഓതുന്ന യാസീൻ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈവിലൂടെ കണ്ടുകൊണ്ട് സമയത്തെ, റമളാനിൻ്റെ അനുഗ്രഹീത നിമിഷങ്ങളെ, മിനിറ്റുകളെ, സെക്കൻഡുകളെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനുമായി ചേർത്ത് വെക്കുന്ന സഹോദരങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓതുന്ന യാസീനുകൾ പരിപൂർണമായി അള്ളാഹു ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തെ മുൻനിർത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على كثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب وبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم
وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون وهم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون تقبل الله صدق الله مولانا العلي العظيم وصدق وبلغ ورسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. الله سبحانه وتعالى നമ്മുടെ ഓതി യാസീൻ അള്ളാഹു പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. ഓതിയവരെ അറിയിക്കുക. അപ്പോൾ എത്ര യാസീൻ ഉണ്ടെന്നറിയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ കരീം എന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും അള്ളാഹു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു കാലിൻ്റെ പ്രയാസങ്ങൾ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷമീർ എന്ന സഹോദരൻ അള്ളാഹു ഓതി യാസീൻ അള്ളാഹു പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്, ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ യാസീൻ അദ്ദേഹത്തിൻ്റെ കുടുംബം
കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്കും അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ക്യാൻസറിന് ശിഫ കിട്ടാനും അള്ളാഹു യാസീൻ ഒരു കാരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മുദിയ എന്ന പ്രിയപ്പെട്ട സഹോദരി ഓതി യാസീൻ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആഗ്രഹം പോലെ അള്ളാഹു സ്വീകരിച്ച് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാകട്ടെ. അബ്ദുൽ കരീം എന്ന സഹോദരൻ ഓതി യാസീൻ അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിച്ച് അതിൻ്റെ സവാബുകൾ കണ്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർ സന്തോഷിക്കുന്ന നല്ല നിമിഷങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു പരിപൂർണമായി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതഖളാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിസാമുക്ക ക്ഷേമത്രയിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. അള്ളാഹു അദ്ദേഹം യാസീൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവരിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം ഉയർച്ചകളിലേക്ക് കഷ്ടനഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹു ആ സൂറത്ത് യാസീൻ ഒരു കാരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓതിയ സഹോദരങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കരീം ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തെ കബൂലാക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ. സീനത്ത് എന്ന പ്രിയപ്പെട്ട സഹോദരി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓതിയത് അള്ളാഹു ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും കിട്ടാൻ, അവരുടെ ജോലികളിൽ അള്ളാഹു വിശാലത കിട്ടാൻ, അവരുടെ ജോലിയിൽ അള്ളാഹുവിൻ്റെ ഖൈറും സമാധാനവും മലക്കുകളുടെ കാവലും ഉണ്ടാകാൻ അള്ളാഹു ഒരു കാരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സഹോദരിമാർ ആർക്കെല്ലാം അവിടെ ശാരീരിക പ്രയാസങ്ങളുണ്ടോ അവർക്കെല്ലാം അള്ളാഹു ശമനത്തിന് ഒരു കാരണമായി അള്ളാഹു ഈ സൂറത്ത് യാസീൻ ഒരു കാരണമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മദീനയിലെത്താൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്ത പ്രിയപ്പെട്ട സഹോദരി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മദീനയാകണം മോഹം. മണ്ണിലേക്ക് മടങ്ങും മുമ്പേ മദീനയിലേക്ക് മടങ്ങണം. അള്ളാഹു തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റൂഹ് മണ്ണിലേക്ക് പോകും. അതിനു മുമ്പ് നമുക്ക് മദീനയിലേക്ക് മടങ്ങാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിരുദൂതരുടെ പേരുള്ള സ്വലാത്ത് കൊണ്ട് മാത്രം നമുക്ക് മദീനയിലെത്താൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയും. കോടിക്കണക്കിന് രൂപയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും പോകാൻ കഴിയാത്തവരെ എനിക്കറിയാം. ആസ്തികൾ ഒരുപാടുണ്ട്, പക്ഷേ മുത്ത് റസൂലിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കവി പറഞ്ഞതുപോലെ 14 നൂറ്റാണ്ടു പിൻപെന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു, പുണ്യാറസൂലിൻ്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. 14 നൂറ്റാണ്ടു പിൻപെന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്ത് റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ല? എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചതോ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്, 1400 വർഷങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് മുത്ത് റസൂലിൻ്റെ കാൽപാദങ്ങൾ പതിയാത്ത ഈ മണ്ണിൽ ഞാൻ ജീവിച്ചിട്ട് എന്തർത്ഥം? സൗഭാഗ്യമില്ലാത്തവനല്ലയോ ഞാൻ? അതുകൊണ്ട് അള്ളാന്റെ റസൂല് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല. പുണ്യാറസൂലിൻ്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. മുത്ത് റസൂലില്ലാത്ത ഈ മണ്ണിൽ ജീവിക്കുന്ന ഞാൻ എത്ര ഹതഭാഗ്യമായ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുത്തിൻ്റെ റൗളയിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പോകണം, കണ്ണ് നിറഞ്ഞു പോകും ആ സാഹചര്യം. ഹബീബായ മുത്തിനെ എൻ്റെ ജീവിതത്തിൽ എന്നെ കണ്ടതുപോലെയാണ് എൻ്റെ റൗള സന്ദർശിക്കുന്നവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എങ്ങാനും പോയി ആ സമയത്ത് മരിച്ചാൽ എൻ്റെ ഷഫാഅത്ത് അവനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രക്ഷപ്പെട്ടു. മദീനയിലെങ്ങാനും മരണപ്പെടാൻ അവസരം കിട്ടിയാൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞു. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പാറിപ്പറക്കണം മദീനയിലേക്ക്, കൊതിക്കണം മദീന, മനസ്സിൻ്റെ മോഹമാകണം മദീന, ആദർശമാകണം മദീന, ആവേശനമാകണം മദീന. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. റഷീദ് പനവൂർ അള്ളാഹു അദ്ദേഹത്തെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അള്ളാഹു ഖൈറും സമാധാനം അള്ളാഹു നിറയ്ക്കുമാറാകട്ടെ. നേരത്തെ ഏതെങ്കിലും കമൻറ്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അറിയിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആസിയ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും
മാറിക്കിട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പ്രയാസങ്ങൾ നീക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നാം ദുആയിലേക്ക് കടക്കുകയാണ്. സ്വലാത്തിലൂടെ മദീനയിലെത്തണം. അതെ, മദീനയിലേക്ക് എത്താൻ സ്വലാത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ ഇടയിൽ മദീനയിലേക്ക് നമുക്ക് എത്തണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജന്നത്തുൽ ബഖിയയിൽ മറമാടണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആഗ്രഹം വെച്ചിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മൻ ജദ്ദ വജദ, അവൻ എത്തിപ്പെടുമെന്നാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും കമൻറ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. നമുക്ക് ദുആയിലേക്ക് പോകാം. നിങ്ങളുടെ കുടുംബത്തെ നമ്മുടെ ദുആയിലേക്ക് ക്ഷണിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മാതാവിൻ്റെ ആഫിയത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഹാഫിസ് അൻവർ മന്നാനി, അള്ളാഹു അദ്ദേഹം പഠിച്ച വിശുദ്ധ ഖുർആനിൻ്റെ ഹാഫിദുൽ ഖുർആനാണ്, ഹാമിലുൽ ഖുർആനാണ്. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ ഉമ്മയ്ക്ക് ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. കൺകുളിർമ ആ ഉമ്മയെ കണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആരുടെയെങ്കിലും 33 സ്വലാത്ത് നസീം എന്ന സഹോദരി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും ദുആ വസിയത്ത് ചെയ്ത് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. ഞാൻ പലപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഫേസ്ബുക്കിലൂടെ കാണുന്ന സഹോദരങ്ങൾ വോയിസ് ഓഫ് സജീർ മന്നാനി എന്ന യൂട്യൂബ് ചാനലിലൂടെ കറങ്ങി വന്നാൽ നിങ്ങൾക്ക് എളുപ്പമാകും. കാരണം നമുക്ക് ഫേസ്ബുക്കിലൂടെ ഒന്നുകിൽ ഇതിൻ്റെ ക്ലാരിറ്റി കുറവാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. യൂട്യൂബിലൂടെ ആകുമ്പോൾ നല്ല നിലയിൽ കാണാനും കഴിയും, നല്ല ക്ലാരിറ്റിയോടുകൂടി നിങ്ങളിലേക്ക് എത്തും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഭർത്താവിൻ്റെ കടം മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ആ സഹോദരിയെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നസീം എന്ന സഹോദരിയുടെ കുടുംബമാണ്, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മോടൊപ്പം ചേരുന്ന സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് ഒരു മറ്റ് സഹോദരങ്ങൾ നമ്മോടൊപ്പം യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പുതിയ കുറച്ച് സഹോദരങ്ങളും കൂടെ ചേർന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും 11 മണിക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അള്ളാഹു എന്നും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു 40 പേരെ നമ്മുടെ ഈ സദസ്സിൽ ഒരേ സമയം തത്സമയം നിർത്തണം. 40,000 ആളുകളൊന്നും വേണ്ട, 40 പേരെ നമുക്ക് ഒരേ സമയം ഈ സദസ്സിൽ കൊണ്ടുവരണം. ലൈവിൽ ഒരേ സമയം നിന്ന് ദുആ ചെയ്യുമ്പോൾ 40 പേരിൽ ഒരാൾ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. ആ ഒരാളിൻ്റെ ദുആയെങ്കിലും അള്ളാഹു സ്വീകരിച്ചിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോഴും നമ്മോടൊപ്പം ഈ തത്സമയം ഈ വിനീതനോടൊപ്പം നിൽക്കുന്ന സഹോദരങ്ങളെല്ലാം കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ സൗഹൃദങ്ങളെ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടുകാരെ ഇതിൻ്റെ ലിങ്കുമായി ടാഗ് ചെയ്ത് ഇതിൻ്റെ ലിങ്കുകൾ അവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് അവരെയും കൊണ്ടുവരിക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഫാത്തിഹ 33 നസീം എന്ന സഹോദരി അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദുആയിലേക്ക് പോകാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ റഹ്മാനുർ-റഹീമായ നാഥാ, കരുണയുള്ള റബ്ബേ, കൃപയുള്ള നാഥാ, സപ്തവാനങ്ങളുടെ സപ്തഭൂമിയുടെ സപ്ത ആകാശങ്ങളുടെ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അതിന് ഞങ്ങളോതി യാസീൻ നീ ഒരു സബബാക്കണേ റബ്ബേ. അതിന് ഞങ്ങളോതി യാസീൻ നീ ഒരു കാരണമാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നീങ്ങാൻ, ഞങ്ങളുടെ കടങ്ങൾ മാറാൻ, ഞങ്ങളുടെ ദുഃഖങ്ങൾ നീങ്ങാൻ, ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലാഹുവേ ഞങ്ങളോതി യാസീൻ നീ ഒരു കാരണമാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗികളുണ്ട് റബ്ബേ, അവരുടെ രോഗത്തിന് ശമനം കിട്ടാൻ ഈ യാസീൻ ഒരു സബബാക്കണേ അല്ലാ. കടബാധ്യതകൾ കൊണ്ട് ദുആ വസിയത്ത് ചെയ്തവർ, അവരുടെ കടങ്ങളിൽ നിന്ന് അവർക്ക് നീ മോചനം കൊടുക്കണേ അല്ലാ. നീ മോചനം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ലൈവിലൂടെ ദുആ വസിയത്ത് ചെയ്ത സഹോദരങ്ങളുണ്ട്, അല്ലാഹുവേ അവർക്ക് പാപം പുറത്തു കൊടുക്കണേ അല്ലാ. ഈ മഗ്ഫിറത്തിന്റെ 10 നീ പാപം അവർക്ക് ഞങ്ങൾക്കും പുറത്തു നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ കരീം ഉസ്താദിനെ നീ കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഉഖറബിയായ പണ്ഡിതന്മാരിൽ നീ
ഉൾപ്പെടുത്തണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബജീവിതങ്ങളിൽ നീ ഖൈർ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പടച്ച തമ്പുരാനെ, മുഫീദ് യമാനി എന്ന പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ വിനീതന് ലക്ഷദ്വീപിലേക്ക് പ്രവാസനത്തിന് പോകാനുള്ള അവസരമൊരുക്കിയ പ്രിയപ്പെട്ട സുഹൃത്താണല്ലാ. പടച്ചവനെ നീ കബൂലാക്കണേ തമ്പുരാനെ, നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഇൽമിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നീ വിജയം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഇഖ്ലാസുള്ള തഖ്വയോടുകൂടി പ്രഭാഷണം നടത്താൻ നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന് സ്വാലിഹത്തായ ഇണയെ നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പല പല ആവശ്യങ്ങളുമാണ്, പല പല ആളുകളാണ്, പല പല ഉദ്ദേശങ്ങളാണ്. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ തമ്പുരാനെ. സിദ്റത്തുൽ മുൻതഹ എന്ന ഈ അനുഗ്രഹീത മജ്ലിസിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ അവർ സൂക്ഷിച്ചിരിക്കുന്ന ഉദ്ദേശങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ തട്ടിക്കളയല്ലേ അല്ലാ, നീ പാഴാക്കല്ലേ റബ്ബേ, നീ പാഴാക്കി കളയല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഓതിയ യാസീൻ അത് ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയ വിശിഷ്യ ഞങ്ങളുടെ ഉമ്മമാരിന്ന് കബറിലാണല്ലാ, ഞങ്ങളുടെ വാപ്പമാരിന്ന് കബറിലാണ് റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ കബറിലാണല്ലാ, ഞങ്ങളെ സ്നേഹിച്ചവര് കബറിലാണ് റബ്ബേ, ഞങ്ങളെ സഹായിച്ചവര് കബറിലാണല്ലാ. അല്ലാഹുവയുടെ കബറിൽ ഇരുട്ടാണോ വെളിച്ചമാണോ, ദുഃഖമാണോ സന്തോഷമാണോ, വിശാലമാണോ ഞെരുക്കമാണോ, ഞങ്ങൾക്കിവിടെ ഇരുന്ന് ആർക്കും അറിയാൻ കഴിയില്ല അല്ലാ. അല്ലാഹുവേ അവരുടെ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സൗഭാഗ്യം റബ്ബേ. അല്ലാഹുവയുടെ പ്രയാസങ്ങൾ നീ നീക്കണേ റബ്ബേ. അവിടെ കബറിലെ അദാബുകൾ നീക്കണേ അല്ലാ. ആ അദാബുകൾ നീക്കപ്പെടാൻ ഞങ്ങൾ ഓതിയ യാസീൻ നീ അവരിലേക്ക് അതിന്റെ മിസ്ൽ സവാബിനെ എത്തിക്കണേ റബ്ബേ. പരിശുദ്ധ റമളാൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുമ്പോ ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുടെ ഗുണകാംക്ഷികൾ കബറിൽ കിടന്ന് പിടയുന്നുവെങ്കിൽ അല്ലാഹുവേ അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, നീ മർഹമത്ത് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ മർഹമത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവരെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ പരിപൂർണമായുള്ള മണ്ണറ ജീവിതം സുഖത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ റബ്ബേ. ഈ വിനീതന്റെ മാതാവടക്കം സിദ്റത്തുൽ മുൻതഹയിൽ കടന്നു വന്ന് തത്സമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹുവേ അവരിൽ ആരെല്ലാം ഇപ്പൊ കബറിലാണോ അവർ ഈ സമയത്ത് മനസ്സിൽ ആരെയെല്ലാം കരുതുന്നുവോ, മന്നവൈനാഹും വഖസദിനാഹും, അവരാരെയൊക്കെ കരുതുന്നുവോ അവർക്കെല്ലാം ഞങ്ങൾ ഓതിയ യാസീന്റെ പ്രതിഫലത്തെ നീ എത്തിക്കണേ തമ്പുരാനെ. കബറിൽ നിന്ന്, അദാബുകളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന് അവരെ കാത്തു രക്ഷിക്കണേ അല്ലാ, നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പ്രസവ സംബന്ധമായി ദുആ വസിയത്ത് ചെയ്തവരെ നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ, നീ സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രസവത്തിൽ വരാനുള്ള ശാരീരിക പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലാ, മാനസിക സൗഖ്യം കൊടുക്കണേ തമ്പുരാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരുടെ ഭാര്യമാരെ നീ കബൂലാക്കണേ തമ്പുരാനെ. ജീവിതത്തിന്റെ മേഖലകളിൽ അവർ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അവരെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ പരിപൂർണമായി കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ഗർഭിണികളാണ് റബ്ബേ, ശരീരത്തിന് ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ റബ്ബേ, ശരീരത്തിന് നല്ല സുഖ സൗകര്യങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കാൻ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, നീ തൗഫീഖ് നൽകണേ അല്ലാ. നിഷാദ് എന്ന സുഹൃത്ത് അല്ലാഹുവേ ദിനേന വരുന്ന സുഹൃത്താണ്, നീ സ്വീകരിക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ ഖൈർ കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പ്രഗ്നന്റ് ആണ്, ചെറിയ കുഞ്ഞിന് കുഴപ്പമുണ്ട്. അല്ലാഹുവേ പടച്ചവനെ നീ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ റബ്ബേ. മുഹമ്മദ് റയ്യാൻ എന്ന ആ കമന്റിലൂടെ അറിയിച്ച ദുആ വസിയത്തിന് നീ സ്വീകരിക്കണേ തമ്പുരാനെ. പരിപൂർണമായി നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ശരീരത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കുഞ്ഞിനെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. എല്ലാ ശാരീരിക വൈകല്യങ്ങളെയും തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആസിയാക്ക് ശുഹർ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട കരീം ഉസ്താദ് ദുആ വസിയത്തുകൾ ചെയ്യുന്നു റബ്ബേ. കൈകാലുകൾ വേദനയാണെന്ന് അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ.
ഷാഫിയായ നാഥ, കാഫിയായ റബ്ബേ, ശിഫാ നിന്റെ ഔദാര്യമാണല്ലോ അല്ലാ. നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അവരുടേതായ രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. നിങ്ങൾ ലൈവിലൂടെ ആമീൻ പറയുന്നവർ അല്ലാഹുവേ, ഹൃദയത്തിൽ ഇഖ്ലാസോടുകൂടി ആമീൻ പറയുന്നവരെല്ലാരെയും നീ കബൂലാക്കണേ അല്ലാ. ഭർത്താവിന്റെ കടം നീങ്ങാൻ ദുആ വസിയത്ത് ചെയ്യുന്നവർ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ കടബാധ്യതകൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കണേ റബ്ബേ. പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നീ തുറന്നു കൊടുക്കണേ റബ്ബേ. മഈശത്തിന്റെ വഴികളിൽ വിശാലത കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഷമീർ എന്ന സഹോദരന്റെ ഉമ്മയുടെ ക്യാൻസറിന് നീ ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും ശരീരത്തിൽ നീ നൽകണേ തമ്പുരാനെ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ക്യാൻസറിന്റെ അണുബാധകൾ നീ നീക്കണേ അല്ലാ. നീക്കി സന്തോഷം നിറയ്ക്കണേ റബ്ബേ. ഞങ്ങൾ ദിനേന യാത്രകൾ ചെയ്യുന്നവരെ അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. അപകടം മരണങ്ങൾ തരല്ലേ റബ്ബേ. റോഡിന്റെ നടുവിൽ ചതഞ്ഞു മരിക്കുന്ന അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും സിദ്റത്തുൽ മുന്തഹയിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ശർണ എന്ന സഹോദരി, അവരുടെ മക്കള്, അവരുടെ മാതാപിതാക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. കബൂലാക്കണേ തമ്പുരാനെ. നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, കരീം ഉസ്താദിന്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ റബ്ബേ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. എന്തെല്ലാം ആവശ്യങ്ങളുമായി ആരെല്ലാം ദുആ വസിയ്യത്ത് ചെയ്തോ എല്ലാം നീ കബൂലാക്കണേ തമ്പുരാനെ. നീ സ്വീകരിക്കണേ അല്ലാ. വീണ്ടും ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റബ്ബേ. റമളാൻ നാളെ ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ലേ അല്ലാ. പ്രതികൂലമാക്കല്ലേ തമ്പുരാനെ. എല്ലാവരും ഓതി യാസീൻ അവരിൽ നിന്ന് മൺമറഞ്ഞു പോയവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. അല്ലാഹു നമ്മുടെ ദുആ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. ആരെങ്കിലും ദുആയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ചെയ്ത ദുആയിൽ അവർക്ക് സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന വസിയത്തോടുകൂടി എന്ന ദുആയോടുകൂടി നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ ഇൻഷാ അല്ലാഹ് വീണ്ടും ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.